തുടർമാനമായി നാം കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 5-ാമത്തെ അധ്യായം നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനെ കുറിച്ചാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്ന, നാം ചിന്തിച്ചതുപോലെ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്ന പല വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങൾ, ഒന്ന് ഡിവിഷൻസ് അല്ലെങ്കിൽ ഡിഫിഷ്യൻസ്, ഇമ്മോറാലിറ്റി, ഡോക്ട്രിനൽ കൺഫ്യൂഷൻസ്, ഇങ്ങനെയുള്ള 2-3 വിഷയങ്ങളാണ് പ്രധാനമായും പൗലോസ് ഈ ലേഖനങ്ങളിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 അധ്യായങ്ങളിൽ ഇതിന് കാരണമായ ചില വിഷയങ്ങളെക്കുറിച്ച് പൗലോസ് അവിടെ രേഖപ്പെടുത്തുവാനായിട്ടിടയായി, ഓർമ്മിപ്പിക്കുവാനായിട്ടിടയായി. ഒന്നാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ ചിന്തിച്ചു, നിങ്ങൾ വിളിയെ നോക്കുവിൻ. ഈ ഡിവിഷൻസിനൊക്കെ കാരണം പലപ്പോഴും വിളിയെ മറന്നു പോകുന്നതാണ്. നമ്മളെ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചു, എവിടെ നിന്ന് വിളിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. 2-ാമത്തെ അധ്യായത്തിൽ എന്താണ് യഥാർത്ഥ മെസ്സേജ്, വാട്ട് ഈസ് ദ റിയൽ മെസ്സേജ്, ട്രൂ മെസ്സേജ് എന്താണ്? ഒരുപാട് ടീച്ചേഴ്സ് ഉള്ളപ്പോഴും എന്താണ് കർത്താവിൻ്റെ വചനം, ക്രൂശിൻ്റെ വചനം എന്താണെന്ന് അവരെ ഓർമ്മിപ്പിക്കുവാനായിട്ടിടയായി. ആരാണ് റിയൽ പ്രീച്ചേഴ്സ്, എന്താണ് റിയൽ മെസ്സേജ്? 3-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് ദൈവസഭയുടെ 3 ചിത്രങ്ങളാണ്. എന്താണ് ദൈവസഭ? 4-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് ശുശ്രൂഷകന്മാർ ആരൊക്കെയാണ്, അവരുടെ ചിത്രമാണ് 4-ാമത്തെ അധ്യായത്തിൽ നാം കാണാനായിട്ടിടയായത്. നാം ഈ 5-ാമത്തെ അധ്യായത്തിൽ ദൈവസഭയിലെ ഡിസിപ്ലിൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ശിക്ഷണം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് 5-ാമത്തെ അധ്യായത്തിൽ എംഫസൈസ് ചെയ്യുന്നത്. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന 2 വാക്യങ്ങൾ അതൊന്ന് വായിച്ചാൽ, സാധാരണ ഓർമ്മിപ്പിക്കുന്നത് പോലെ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ 1-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞല്ല പൗലോസ് ലേഖനം എഴുതിയത്. പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അത് ഒരു ലെറ്ററായിട്ട്, അത് കണ്ടിന്യൂസ് ആയിട്ടാണ് അത് എഴുതിപ്പോയത്. നാം പഠിക്കാനുള്ള സൗകര്യത്തിനും വായിക്കാനുള്ള സൗകര്യത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 5-ാമത്തെ അധ്യായം നാം ചിന്തിക്കുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യം, 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് കയറാം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. നിങ്ങൾക്ക് ഏതു വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്? പൗലോസ് അവരോട് പറയാണ്, നിങ്ങളോട് ഞാൻ എങ്ങനെ സംസാരിക്കണം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ വടിയോടുകൂടെ വരണമോ അതോ സ്നേഹത്തിലും സൗമ്യാത്മാവിലുമാണോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്? ഇപ്പോൾ നാം 4-ാമത്തെ അധ്യായത്തിൽ കണ്ട ഒരു പിക്ചർ എന്താണ്? ഒരു ശുശ്രൂഷകന്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പിതാവിൻ്റെ പിക്ചറാണ്. 3-ാമത്തെ അധ്യായത്തിൽ നാം ദൈവസഭയെക്കുറിച്ച് കണ്ടപ്പോൾ ദൈവസഭ ഒരു 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 ഭവനമാണ്. അതിൽ വ്യത്യസ്ത നിലവാരത്തിലുള്ള വ്യക്തികളുണ്ട്, വ്യത്യസ്ത മെച്യൂരിറ്റിയിലുള്ള വ്യക്തികളുണ്ട്. എല്ലാവരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും ഓരോ ദിവസം കഴിയും തോറും പുതിയ മെച്യൂരിറ്റിയിലേക്ക്, അടുത്ത ഒരു ലെവലിലേക്ക് വളരണമെന്നുള്ളതാണ്. 4-ാമത്തെ അധ്യായത്തിൽ അവസാനം കണ്ടു, ഈ ഭവനത്തിൽ ഒരു പിതാവുണ്ട്. അപ്പോൾ ഈ പിതാവാണ് ഈ ഭവനത്തിൻ്റെ ഈ കാര്യങ്ങളെ ക്രമത്തോടുകൂടെ നടത്തേണ്ട റെസ്പോൺസിബിലിറ്റി പിതാവിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ ദൈവസഭയിലാണെങ്കിലും അത് നടത്തുന്ന ശുശ്രൂഷകന് അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ദൂരത്താണെങ്കിൽ പോലും ഞാൻ ഇന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുക്കൽ എനിക്ക് നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്ത് വളർത്തണം. അപ്പോൾ ദൈവസഭയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെന്നുള്ള കാര്യം 4-ാമത്തെ അധ്യായത്തിൽ തന്നെ അത് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ദൈവസഭയുടെ ഡിസിപ്ലിൻ അതെങ്ങനെ വേണമെന്നുള്ളത് പൗലോസ് എങ്ങനെ ഒരു തുടക്കം ഇങ്ങനെ ഇടുകയാണ്. നിങ്ങളോട് എങ്ങനെ വേണം, സൗമ്യാത്മാവിലും സ്നേഹത്തിലുമാണോ ഡിസിപ്ലിൻ ചെയ്യേണ്ടത് അതോ വടിയോടുകൂടെയാണോ എന്നുള്ളത്. 5-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, പൗലോസ് വളരെ സ്നേഹത്തിലാണ് ഇവരോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ പിശാചിനെ ഏൽപ്പിക്കുന്ന കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ മീനിങ് ഒക്കെ നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. വളരെ പ്രാർത്ഥനകളിലൂടെ നമുക്കായിരിക്കാം. ഇപ്പം ഈ 5-6 അധ്യായങ്ങൾ ഒരു തുടർമാനമായിട്ട് ഒരേ ഒരു വിഷയത്തെയാണ്, 3 വിഷയങ്ങളാണ് ഈ 5-6 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 5-6 അധ്യായങ്ങളിൽ പറയുന്നു. ഒന്ന്, ദൈവസഭയെ കൺസിഡർ ദ ചർച്ച്. അതാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ മുഴുവനും പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, കൺസിഡർ ദ ചർച്ച്. ദൈവസഭയെ പരിഗണിക്കുക, അല്ലെങ്കിൽ ദൈവസഭയെക്കുറിച്ച് നിങ്ങൾ കൺസേൺ ഉള്ളവരായിട്ടിരിക്കുക. ഞാൻ മീറ്റിങ്ങിന് പോകുന്നു,
ഞായറാഴ്ച അവിടെ പോകുന്നു, തിരിച്ചു വരിക എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു ദൈവസഭയുടെ മെമ്പേഴ്സ് ആണെങ്കിൽ, ഒരു പാർട്ടാണെങ്കിൽ, ദൈവസഭയെക്കുറിച്ചുള്ള ഒരു കൺസേൺസ് നമുക്ക് കാണണം. ദൈവസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ, ദൈവസഭയിൽ ഉണ്ടാകുന്ന ആ ഒരു വിഷയങ്ങൾ, അല്ല ദൈവസഭ ദൈവവചനത്തിൽ നിന്ന് ഡ്രിഫ്റ്റായി പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള കൺസേൺസ് നമ്മുടെ ഓരോ വ്യക്തികളിലും ഉണ്ടായിരിക്കണം. കാര്യം ഒരു സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ്. പൗലോസ് പിന്നെയും പൗലോസിന്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒരു ശരീരത്തിൽ ഒരവയവത്തിന് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ അത് മറ്റ് അവയവങ്ങളെല്ലാം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അത് എഫക്റ്റ് ചെയ്യുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തന്നെ ദൈവസഭയിൽ ഓരോ വ്യക്തികളും അവർ ദൈവസഭയിൽ ആ ദൈവിക പരിജ്ഞാനത്തിലും ആ മെച്യൂരിറ്റിയിലും വളർന്നു വരണമെന്നുള്ളത് ദൈവസഭയുടെ മൊത്തത്തിലുള്ള ഒരു കൺസിഡറേഷൻ, മൊത്തത്തിലുള്ള ഒരു കൺസേൺ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ നാം കാണുന്നത് സിന്നേഴ്സിനെ കുറിച്ച്, ലോസ്റ്റ് സിന്നേഴ്സിനെ കുറിച്ചുള്ള, അവരെ കുറിച്ചുള്ള കൺസേൺസ്. കൺസിഡർ ദ ലോസ്റ്റ് സിന്നേഴ്സ്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കൺസിഡർ യുവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ 3 ഡിവിഷനായിട്ട് നമുക്ക് ഈ 5-6 അധ്യായങ്ങൾ തിരിക്കാനായിട്ട് സാധിക്കും. ഇത് 5-6 അധ്യായങ്ങൾ ഇത് മുഴുവൻ പറയുന്നത് ഡിസിപ്ലിനെ കുറിച്ചാണ്. 7-ാമത്തെ അധ്യായം മുതൽ ഡോക്ട്രിനലായിട്ടുള്ള വിഷയങ്ങളിൽ പൗലോസിന്റെ അഭിപ്രായങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരാം. ഇതിനകത്തും 3 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്ന 5-ാമത്തെ അധ്യായത്തിൽ. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നാം കാണുന്നത് പോലെ അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആൻഡ് സീരിയസ്നെസ് ഓഫ് സിൻ. ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് മോൺ ചെയ്യുന്നവരായിരിക്കണം, നമ്മൾ ഇതിനെക്കുറിച്ച് വേദനിക്കുന്നവരായിരിക്കണം. ഈ ദൈവസഭയിൽ ഇങ്ങനെയുള്ള സിൻ, അല്ലെങ്കിൽ ദൈവസഭ ദൈവ രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് ഡ്രിഫ്റ്റായിട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് വലിയൊരു വേദന നമ്മുടെ അകത്തുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം പറയുന്ന ദ ജഡ്ജ്, ദൈവസഭ ദൈവിക ഡിസിപ്ലിനിലേക്കാണോ അല്ലെങ്കിൽ ഡിസിപ്ലിനിൽ കൊണ്ടുവരാനുള്ള, ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവസഭയിലുള്ള വ്യക്തികൾക്കുണ്ട്. മൂന്നാമത് പറയുന്നത് പർജ്, ശുദ്ധീകരിക്കണം, ഇതിനകത്തുനിന്ന് മാലിന്യം നീക്കിക്കളയണം. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. 1-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഇപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പൗലോസ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഇതൊരു നിങ്ങളുടെ ഇടയിൽ ഗോസിപ്പ് ഉണ്ടെന്നോ, നിങ്ങളുടെ ഇടയിൽ സ്നേഹമില്ല എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാകുന്നുള്ള വിഷയമല്ല. വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ് പൗലോസ് ഇവിടെ വളരെ സീരിയസ് ആയിട്ട് അവതരിപ്പിക്കുകയാണ്. സെക്ഷൽ ഇമ്മോറാലിറ്റി എന്ന് പറയുന്നത് കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരുവൻ എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ സ്റ്റെപ്പ് മദറിനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു വലിയ വയലേഷനാണ്. പുതിയ നിയമത്തില് അന്ന് ലേഖനങ്ങളില്ലെങ്കിൽ പോലും പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 6-8 വാക്യങ്ങൾ, 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മോശം മൂലം കൊടുത്ത ന്യായപ്രമാണത്തില് വലിയൊരു ലംഘനമായിട്ടാണ് അത് കാണുന്നത്. നിങ്ങളിൽ ആരും തനിക്ക് രക്തസംബന്ധമുള്ള യാതൊരുത്തിന്റെയും നഗ്നത അനാവൃതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്. ഞാൻ യഹോവയാകുന്നു. നിന്റെ അപ്പന്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയാകുന്നു. അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. അപ്പന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. അത് നിന്റെ അപ്പന്റെ നഗ്നതയല്ലോ. ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പാപമായി പഴയ നിയമം വരച്ചു കാണിക്കുന്നു. അപ്പൊ ഇത് യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു വിഷയമില്ല. യഹൂദന്മാർ ഇത് വലിയ പാപമായിട്ട് കൺസിഡർ ചെയ്യുന്നു. പൗലോസ് ഇവിടെ പറയുന്നത് യഹൂദന്മാർ അങ്ങനെ കൺസിഡർ ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഇത്
നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരു ആക്സിഡൻ്റ് ആയിട്ടൊരു കാര്യം സംഭവിച്ചെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം എന്താണ് ഇതിൻ്റെ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ദൈവസഭ എന്താണെന്ന് ഉള്ളൊരു പിക്ചർ, ദൈവസഭ എങ്ങനെയാണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, അവരെ ഏത് പദവിയിലാണ് ദൈവം കാണുന്നത് എന്നുള്ളത് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? വിശുദ്ധന്മാരായിട്ടാണ്. 1-ാം അധ്യായത്തിലെ ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടി വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. അപ്പൊ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ, അവരുടെ കയ്യിലിരിക്കുന്നത് ഇതൊക്കെ ആണെങ്കിലും അവരെ ആക്കിയിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ എന്നുള്ള ഒരു പൊസിഷനിൽ വേണ്ടിയിട്ടാണ് അവരെ ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സഭയിൽ, അങ്ങനെ അറിയപ്പെടുന്ന ഒരു സഭ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെക്കാൾ ഹയർ സ്റ്റാൻഡേർഡ് ഈ വിശുദ്ധിയുടെ കാര്യത്തിൽ കീപ്പ് ചെയ്യേണ്ട ദൈവസഭയിൽ ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പുള്ളി മീറ്റിങ്ങിലുണ്ട്, ഈ പുള്ളി എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈ സെക്ഷൽ ഇമ്മോറാലിറ്റി ആരും അവിടെ ചോദ്യം ചെയ്യുന്നില്ല. അതാണ് അവിടുത്തെ ഒരു വലിയ വിഷയമായിട്ട് പൗലോസ് പറയുന്നത്. ഇത് നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു പൗലോസ് ഇത് ചിലരുടെയെങ്കിലും മനസ്സിനകത്ത് ഇത് ശരിയല്ല, ഇതിനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ വിവരം പൗലോസിനെ അറിയിക്കുവാനായിട്ട് ഇടയായത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ഭൂരിഭാഗം പേർക്കും ഇതിനെക്കുറിച്ച് ഒരു കൺസേണുമില്ല. ഇന്നത്തെ ദൈവസഭയായിട്ടൊന്ന് നോക്കിയാൽ ഇതൊരു വളരെ വ്യക്തമായ ഒരു മോഡേൺ റിഫ്ലക്ഷൻ നോക്കിയാൽ ഇന്ന് നമ്മളൊക്കെ ദൈവസഭകളിൽ പോകുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മുടെ സഭകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ ഒരാൾ നമ്മുടെ ഇടയിലുണ്ടെന്നല്ല, നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള വിഷയങ്ങളില്ല ദൈവത്തിൻ്റെ കൃപയാൽ. എന്നാൽ ഇങ്ങനെ ഒരാൾ പാപത്തിൽ ജീവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിയല്ല എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മുടെ ഒരു മനസ്സിനകത്തുള്ള ഒരു ചിന്ത എന്താണ്? നമ്മുടെ ചിന്ത, അയാൾ അങ്ങനെ ജീവിക്കുന്നു, എന്നെ സംബന്ധിച്ച പ്രശ്നമൊന്നുമില്ല, പുള്ളി വന്ന് ആരാധിച്ചിട്ട് പോകുന്നതിന് എനിക്കെന്താ കൺസേൺ, അല്ലെങ്കിൽ ഇത് പാസ്റ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, ഞാനായിട്ട് എന്തിനാ പറഞ്ഞ് നമ്മുടെ ഒരു ബന്ധം കളയുന്നത്? ആ ഒരു ചിന്താഗതിയാണോ നമുക്കുള്ളത്? അതോ ഇതിനെ ഓർത്ത് പൗലോസ് പറയുന്ന 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ഇതിനെ ഓർത്ത് നമ്മൾ കൺസേൺ ആകുന്നവരാണ്? 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. അവിടെ പറയുന്ന വലിയൊരു പ്രശ്നം, നിങ്ങൾക്കകത്ത് ഒരു ദുഃഖം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഇറ്റ്സ് ഓക്കെ എന്നാ. അതൊന്നും നമ്മളൊന്ന് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ദൈവസഭയിൽ ആത്മീകമില്ലാത്തതും അനാത്മികരായിട്ടുള്ള വ്യക്തികളുടെ ആ സ്വഭാവങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ അകത്ത് എന്ത് റിയാക്ഷനാണ് നമുക്കുണ്ടാകുന്നത്? ഇതൊന്നും സംഭവിച്ചുകൂടായിക അല്ലെങ്കിൽ സംഭവിച്ചുകൂടാത്ത കാര്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ അതിനെ എങ്ങനെയാണ് ദൈവസഭയ്ക്ക് അതിനോടുള്ള റെസ്പോൺസ്? പൗലോസ് പറയാണ്, നിങ്ങളുടെ അകത്ത് ഒരു ദുഃഖമുണ്ടായിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ഒരു ഗോഡ്ലി സോറോ ഉണ്ടായിട്ടില്ല. അതൊരു വലിയ വിഷയമായിട്ടാണ് പൗലോസ് ഇവിടെ എഴുതി കാണിക്കുന്നത്. എന്നിട്ട് പകരം നിങ്ങളുടെ അകത്ത് എന്തുവാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ ചീർത്തിരിക്കുന്നു. യു ആർ പഫ്ഡ് അപ്പ്. കാര്യം ചീർത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇന്നലെ അവിടെ ഒരു വിടുതൽ നടന്നു. കാര്യം കൃപാവരങ്ങൾക്ക് ഒരു കുറവില്ലാത്ത സഭയാണ്. അവിടെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു, പ്രവചന ശുശ്രൂഷകൾ നടക്കുന്നു, ഡെലിവറൻസ് മിനിസ്ട്രി നടക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ആൾക്കാർ വർദ്ധിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്താ ഉണ്ടായത്? ഇവർ ചീർത്തിരിക്കുന്നു. ദേ ആർ പഫ്ഡ് അപ്പ്. അവർക്ക് ആത്മീയമായിട്ട് നിഗളമുണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ അകത്ത് ഒരു അല്പം പോലും, എന്നാൽ എൻ്റെ സഭയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുള്ള വ്യക്തികളുണ്ട്, ആ വ്യക്തികളോടുള്ള വൈരാഗ്യമല്ല, അങ്ങനെയുള്ള ഒരു വിഷയം എൻ്റെ സഭയിൽ ഉണ്ടെന്നുള്ള ഒരു നീറല്, ഒരു വിങ്ങല് ഇവരിലുണ്ടായില്ല.
നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഉണ്ടോ? നമ്മുടെ സഭയിൽ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ സഭയിൽ ഒരു കറയുണ്ട്, ഈ ഒരു വിഷയത്തെക്കുറിച്ചൊരു വിങ്ങൽ. അത് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ഗോഡ്ലി സോറോ ഷുഡ് ലീഡ് ടു റിപ്പൻറ്റൻസ് ആൻഡ് കറക്ഷൻ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖം മരണത്തെ ഉളവാക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പത്രോസും യൂദയും കർത്താവിനെ തള്ളി പറഞ്ഞു. രണ്ടുപേരും തള്ളി പറഞ്ഞത്. ഒരാൾക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ 2 പേർക്കും ദുഃഖം ഉണ്ടായി. ഒരാളുടെ ദുഃഖം തന്നെ കർത്താവിൻ്റെ ഏറ്റവും പിൽക്കാലത്ത് ഏറ്റവും ശക്തനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശിഷ്യനാക്കി മാറ്റാനായിട്ടിടയായി. മറ്റേ ഒരാളുടെ ദുഃഖം താൻ എന്തോ ചെയ്തു? പോയി കെട്ടി തൂങ്ങി ചത്തു. അത് മരണത്തെ ഉളവാക്കുമ്പോൾ, ലോകപ്രകാരമുള്ള ദുഃഖം മരണത്തെ ഉളവാക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഗോഡ്ലി സോറോ ഷുഡ് ലീഡ് ടു റിപ്പൻറ്റൻസ് ആൻഡ് കറക്ഷൻ. അത് ഒരിക്കലും മരണത്തിലേക്ക് നയിക്കത്തില്ല, റിപ്പൻറ്റൻസിലേക്ക് നയിക്കും. ഇവിടെ ദൈവസഭയിലെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പറയുന്ന പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ഈ ദുഷ്കർമ്മം ചെയ്തവൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. പകരം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? യു ആർ പഫ്ഡ് അപ്പ്. നിങ്ങൾ ചീർത്തിരിക്കുന്നു. എസ്രാ അതിൻ്റെ 9-3-4 വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ എന്താണ് ഈ അകൃത്യത്തോടുള്ള ഒരു ദുഃഖം, അതെങ്ങനെയാണ് അവിടെ പ്രവാചകൻ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണുന്ന ഒരു പിക്ചർ നമുക്ക് കാണാം. എസ്രാ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലും ഉള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ചു കുത്തിയിരുന്നു. പ്രവാസികളുടെ അകൃത്യം നിമിത്തം ഇസ്രായേലിൻ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ചു കുത്തിയിരുന്നു. അപ്പൊ ദൈവസഭയിലെ ഒരു ദുഃഖം, ദൈവസഭയിലെ ഈ അകൃത്യം, ദൈവസഭയിലെ പാപം, അതെത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുക. സത്യത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ മോഡേൺ ചർച്ചസിൽ. ഇവിടെ പാപമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. ഇവിടെ ഏതായാലും ഒരു പ്രശ്നമല്ല. നമുക്ക് ഞായറാഴ്ച വരണം, കൂടണം, ആരാധിക്കണം, അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ ഇവിടെ പൗലോസ് വളരെ ശക്തമായിട്ട് പറയുകയാണ്, അതല്ല. നമ്മൾ ദൈവസഭ 3-ാമത്തെ അധ്യായത്തിൽ ദൈവസഭ പണിയുന്നതിനെ കുറിച്ച് നാം പഠിക്കുവാനായിട്ടിടയാണ്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് വേണം പണിയാൻ. കണ്ട വിലയില്ലാത്ത, ബലമില്ലാത്ത ഒന്നും കൊണ്ടൊന്നും അല്ല പണിയേണ്ടത്. ക്വാളിറ്റി മെറ്റീരിയൽ, ക്വാളിറ്റി ക്രിസ്ത്യൻ ലൈഫ്, ക്വാളിറ്റി ക്യാരക്ടേഴ്സ്, ഇതുകൊണ്ടൊക്കെയാണ് ദൈവസഭ പണിയപ്പെടേണ്ടത്. എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആരിലും പാപം ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. എന്നാലും അതിനകത്ത് ദൈവവചനപ്രകാരം വളരാനുള്ള ഒരു വലിയ മനസ്സ്, അല്ലാതെ പാപത്തെ വെച്ച് അതിനകത്ത് പൊറുപ്പിച്ച് അതിൻ്റെ മേൽ പണിയുന്നതല്ല ദൈവസഭ. അത് നീങ്ങേണ്ടത് നീങ്ങിപ്പോകണം, മാറേണ്ടത് മാറിപ്പോകണം. ഇവിടെ പറയുന്നു, നിങ്ങളുടെ അകത്ത് ആ ഒരു ഭയങ്കര ഗ്രീഫ് നിങ്ങളുടെ അകത്തുണ്ടാകണം, ഇതിനെ മാറ്റിക്കളയുവാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ ഒരു എഫക്റ്റീവ് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുകയാണ്. ദൈവസഭയിൽ ഒരു ഡിസിപ്ലിൻ വേണം. നമ്മുടെ ദൈവസഭയിലുള്ള ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സമയത്ത് വരിക, സമയത്ത് പോവുക, സമയത്ത് മീറ്റിംഗ് തീർക്കുക എന്നൊക്കെ ഉള്ളതാണ്. ആ ഡിസിപ്ലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് പാപം എന്നുള്ള റിയൽ വിഷയത്തിനകത്ത് എത്രത്തോളം നാം ദൈവസഭകൾ സീരിയസ് ആണെന്നുള്ളത്. വ്യക്തി ജീവിതങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തിനാ അവരുടെ ജീവിതത്തിൽ നമ്മൾ കൈകിടുന്നത്, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, മീറ്റിങ്ങിന് വരുന്നുണ്ടല്ലോ, ഓഫറിങ് ഇടുന്നുണ്ടല്ലോ, ടൈത്ത് തരുന്നുണ്ടല്ലോ. ഇതൊന്നും അല്ല അവിടെ പറയുന്നത്. അതിൻ്റെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ എല്ലാം ജീവിതം ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ഫാമിലി ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ദൈവസഭയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇതെല്ലാം ഒരു പാർട്ടാണ്. ഇത് ദൈവസഭ എന്ന് പറയുന്നത് ഓരോ സൈഡിൽ നിന്ന് ഓരോ
ദൈവസഭയെ നോക്കുന്നത് ഓരോ വ്യക്തികളെയാണ് നോക്കുന്നത്. എല്ലാവരും ഒരു വ്യക്തിയല്ല നോക്കുന്നത്, എല്ലാവരും ഓരോ സൈഡിൽ നിന്നുള്ള. നിങ്ങളുടെ നെയ്ബർ ഈ ദൈവസഭയെ നോക്കുന്നത് നിങ്ങളിലൂടെയാണ്. അപ്പൊ ദൈവസഭയുടെ ഒരു പിക്ചർ അവർ കാണുന്നത് നിങ്ങളിലാണ്. നിങ്ങളുടെ കുടുംബജീവിതവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ജീവിത രീതിയും ഒക്കെയാണ് ദൈവസഭയെ അവർ കാണുന്ന ഒരു പിക്ചർ. ഹല്ലേലൂയ. അതാണ് പലപ്പോഴും ഈ മെഗാ ചർച്ചസിലൊക്കെ വരുന്ന വലിയ ഒരു പാളിച്ച എന്ന് പറഞ്ഞ കാര്യം. ഒരു പേഴ്സണൽ അറ്റൻഷൻ പലപ്പോഴും അവർക്ക് കിട്ടാതെ പോകുന്നു. എന്തും ഓക്കെയാണ്, കടന്നു വന്നാൽ മതി, കർത്താവിൻ്റെ ആ ഗ്രേസ് ഉണ്ട്. അവരെ ഒരു 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 പെരിഫറലായിട്ട് ഒരു സബ്ജക്റ്റിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ വലിയ കൂട്ടങ്ങൾ വരുന്നു. എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് ആക്ച്വലി ആ വ്യക്തി ഇത് കേൾക്കത്തില്ല എന്നുള്ളത്. പക്ഷേ എൻ്റെ അടുക്കൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. അത് വലിയൊരു ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് രണ്ടു മൂന്ന് ദിവസമൊക്കെ താമസിച്ചു. അപ്പോൾ അവരിപ്പോഴും ചർച്ചിൽ പോകുന്നുണ്ട്. അവരുടെ മനസ്സിനകത്ത് അവരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ അവരെ ആ ദൈവത്തിൻ്റെ ഇതൊന്നും കുഴപ്പമില്ല. പുള്ളിയുടെ കയ്യിലെ വിഷയം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വൈഫുമായിട്ട് പ്രശ്നം ഉണ്ടായി. അവർ ഡിവോഴ്സ് ആയില്ല, അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്നു. അതേസമയത്ത് ഈ പുള്ളിക്ക് വേറൊരു പഴയ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ആ പുള്ളിക്കാരത്തി ഇപ്പൊ ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഹി വാസ് പാർട്ട് ഓഫ് എ ചർച്ച്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ പ്രശ്നം? അവിടെ പോയി ആരാധിച്ചു കഴിയുന്നു, തിരിച്ചു വരുന്നു, മനസ്സിനകത്ത് ഭയങ്കര സന്തോഷം. ഇതൊന്നും ഒരു കുഴപ്പമുണ്ടെന്ന് ഒന്നും തോന്നുന്നില്ല. കാര്യം കുഴപ്പമുണ്ടെന്ന് തോന്നാത്തതിൻ്റെ കാര്യം വചനമാകുന്ന കണ്ണാടിയിൽ നാം നോക്കാറില്ല. ഇങ്ങനെ കുഴപ്പമുണ്ടെന്നുള്ള വചനങ്ങളൊന്നും വലിയ ഒരു ചർച്ചിൽ പറയുന്നതുമില്ല. ഇത് രണ്ടുമാകുമ്പോൾ ഈ പാപത്തെക്കുറിച്ചുള്ള കൺസേൺ, ഞാൻ ആ ഒരു പോയിന്റ് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. പാപത്തെക്കുറിച്ച് ദൈവസഭയ്ക്ക് ഒരു കൺസേൺ ഇല്ലെങ്കിൽ കൊരിന്ത്യ സഭയുടെ കൂട്ട് സഭകൾ വഴിതെറ്റിപ്പോകുവാനായിട്ട് ഇടയാകും. നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ വാക്യമാണല്ലോ നാം ചിന്തിച്ചത്. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരാം. 3-4 വാക്യങ്ങളായി. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഇവിടെ കണ്ടുവന്ന കാര്യങ്ങളൊന്ന് പൗലോസിന്റെ അപ്പോസ്റ്റോലിക് അതോറിറ്റിയെ കുറിച്ച് പറയുന്നു. ഇവിടെ പിന്നെ ഒരു ഡിസിപ്ലിൻ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വേണമെന്ന് പൗലോസ് എംഫസൈസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ് 5-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. ഒന്ന്, നമുക്ക് ഈ പാപത്തെക്കുറിച്ച് നമ്മൾ കൺസേൺ ആയിരിക്കണം. യു ഷുഡ് മോൺ, അതിനെക്കുറിച്ച് ദുഃഖിക്കണം. 2, ഒരു ജഡ്ജ്മെന്റ് നമുക്കുണ്ടായിരിക്കണം, ഒരു ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം. നമ്മളെ സംബന്ധിച്ച് ഒരു കൺസേൺ അല്ല എന്ന് വിചാരിച്ച് അതിനെ വിട്ടുകളയരുത്. ഇങ്ങനെയുള്ള വിഷയത്തെ ജഡ്ജ് ചെയ്ത് അത് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇവരെ റിസ്റ്റോർ ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതിൻ്റെ ഓൾ പർപ്പസ് ഇതാണ്. വ്യക്തികളെ നശിപ്പിക്കുക എന്നുള്ളതല്ല. എന്നാലും ഇവിടെ പറയുന്നു അവനെ ജഡസംഹാരത്തിന് വേണ്ടിയിട്ട് പിശാചിന് അയച്ചു കൊടുത്തു, പിശാചിനെ വിട്ടുകൊടുത്തു. അപ്പൊ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വിഷയം അത് ഡീപ്ലി തിയോളജിക്കലാണ്. ഇന്ന് പലപ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്നുള്ള ഒരു മോഡേൺ പേരൻസ് പലരും കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാറില്ല. കാര്യം അവർ വിചാരിക്കുന്ന അവർ ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്നു എന്നുള്ള. കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാതിരിക്കുന്നത് ഏതാണ്ട് വലിയ കാര്യമാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അവരതിനെ വലിയ കാര്യമായിട്ട് പറയും. ഞാൻ കുഞ്ഞുങ്ങളെ ഒന്നും പറയാറില്ല, വഴക്ക് പറയാറില്ല, അവർ വളർന്നു വരുമല്ലേ. പക്ഷെ അത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ തിയോളജിക്കൽ ഫാക്റ്റാണ്. അത് നമ്മൾ ചെയ്ത് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ദൈവസഭയിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും ഡിസിപ്ലിൻ ആവശ്യമാണ്.
നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി ഈ ഡിസിപ്ലിനിലേക്ക് പോകുക എന്നുള്ളത്. ഒരാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അയാളോട് പോയി പറയുന്നത് പോലെ ടഫായിട്ടുള്ള ഒരു കാര്യമില്ല. ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഒരാള് ഇത് കറക്റ്റ് ചെയ്ത്, കാര്യം നമുക്ക് എടുത്തടിച്ചതുപോലെ പറയാനും പറ്റത്തില്ല. കാര്യം നമ്മുടെ ഓൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരണം. പുള്ളി ചെയ്യുന്ന കാര്യങ്ങളുടെ തെറ്റിൽ ചൂണ്ടിക്കാണിച്ച് അതിനകത്ത് കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവസഭയുടെ പർപ്പസ്. സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്നുള്ളതാണല്ലോ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹമില്ലാത്ത പാത്രത്തിൽ നാം സത്യം സംസാരിച്ചാൽ അത് വലിയ ഒരു ഡിവിഷനായിട്ട് മാറാനായിട്ട് ഇടയാകും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെ കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കറക്ഷൻ എന്ന് പറയുന്നതും ഡിസിപ്ലിൻ എന്ന് പറയുന്നതും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് പലപ്പോഴും ദൈവസഭ അല്ലെങ്കിൽ ദൈവദാസന്മാരോ ഒന്നും ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് എടുക്കാറില്ല. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നു, കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവായ കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിന് സാത്താൻ ഏൽപ്പിക്കണം. ആസ് എ ചർച്ച്, ആസ് എ കമ്മ്യൂണിയൽ, ചർച്ചിനൊരു കമ്മ്യൂണിയൽ റോളുണ്ട്. ഇത് ദൈവദാസന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമല്ല, ഇന്ന ആളുടെ ഉത്തരവാദിത്തമല്ല. ആസ് എ ചർച്ച്, ആസ് എ ഓൾ ബോഡി. കാര്യം ചർച്ചിന്റെ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. നിങ്ങൾ ഓരോരുത്തരിലും കർത്താവായ യേശുക്രിസ്തു ഇൻവെസ്റ്റ് ചെയ്തതാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ തനിക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് നൽകി നമ്മളെ വീണ്ടെടുത്ത കർത്താവ് നമ്മളിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ദൈവസഭ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനം, ഇതിനകത്തൊക്കെ ഒരുപാട് പേരുടെ എഫർട്ടുണ്ട്, ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തി നശിച്ചു പോകുന്നതിനകത്ത് വലിയ ദുഃഖം ദൈവസഭയ്ക്ക് ഉണ്ടാകണം. അവരെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ള വലിയൊരു പർപ്പസിലേക്കാണ് ദൈവസഭ ഈ നാളുകളിൽ നീങ്ങേണ്ടത്. അപ്പം നമ്മുടെ ആൾട്ടിമേറ്റ്, നമ്മളെ ആരോട് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തുള്ള ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ ഈ ഒരു വിഷയത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് ദൈവസഭയിലേക്ക് കൊണ്ടുവരണം. അതേസമയം തന്നെ ഈ പാപത്തിൽ നിന്ന് തന്നെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവരണം. ഇവിടെ പൗലോസ് പറയാണ്, ജഡസംഹാരത്തിന് എന്ന് പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും വേണ്ടിയല്ല, ഒരു രോഗം ഉണ്ടായാലും വേണ്ടിയല്ല, പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും വേണ്ടിയല്ല, പക്ഷെ തൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ തന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇതും ഒരു സ്നേഹത്തിന്റെ ക്രിയ തന്നെയാണ്. കാര്യം ഇന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊരു വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ച് താൻ തിരിച്ചു വരുന്നത് തൻ്റെ നിത്യമായ നരകത്തിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ ഇടയാകുന്നെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല ഒരു കാര്യം. നമ്മളെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ലല്ലോ അവരെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. അവരെ ഡിസിപ്ലിൻ ചെയ്യുന്നത് അല്പനേരം അവരുടെ ജീവിതത്തിൽ വേദന ഉണ്ടായാലും അവർ കർത്താവിലേക്ക് തിരിച്ചു വരികയും അവർ ആ ഡിസിപ്ലിനിലേക്ക് തിരിച്ചു വരികയും അവരുടെ ജീവിതത്തിൽ ആ ലോങ് പീരീഡ് അതിൻ്റെ ബ്ലെസ്സിങ്സ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിലാണല്ലോ പേരൻസ് പലപ്പോഴും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവസഭയിലും പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. ഒരു അപ്പനായി ആ സ്ഥാനത്ത് നിന്നാണ് പൗലോസെ ഈ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇത് ചർച്ചിന്റെ വലിയൊരു അതോറിറ്റിയാണ് ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അതോറിറ്റി ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്? ഈ അതോറിറ്റി ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത് ദൈവസഭയെ അതിൻ്റെ ഡിസിപ്ലിനിലോടുകൂടെ, ദൈവസഭയെ അതിൻ്റെ ആ പ്യൂരിറ്റിയിലൂടെ ദൈവസഭയെ നയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതോറിറ്റി തന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ചർച്ച് ആക്ട് കൊളാബറേറ്റ്ലി, കളക്റ്റീവ്ലി. ഇപ്പൊ ചർച്ച് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഇറ്റ്സ് എൻ ഓൾ ബോഡി. ഇതൊരു കരിക്കും ലീഡർഷിപ്പ് മാത്രമല്ല, ആസ് എ ക്രൈസ്റ്റ് ആസ് എ ബോഡി, അതാണ് ചർച്ച് ഈ ഡിസിപ്ലിൻ എക്സസൈസ് ചെയ്യണമെന്നുള്ള കാര്യം പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു. ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ഇതിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഇതിന്റെ ബാക്കിലുള്ള ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ
വിഷയങ്ങൾക്ക് കണ്ണടച്ചാൽ, ദൈവസഭ ഈ ഒരു വിഷയങ്ങളെ ഡീൽ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം കൂടെ പൗലോസ് ഇവിടെ പറയുന്നു. ദൈവസഭയുടെ കംപ്ലീറ്റ് മൊറാൽ നഷ്ടപ്പെടും. ദൈവസഭയിൽ കാണുന്നവരെല്ലാം വിചാരിക്കും ഇതെല്ലാം ഓക്കെ ആണെന്ന്. അതാണല്ലോ ഇപ്പം നമ്മുടെ സഭകളിലൊക്കെ പറ്റുന്ന ഒരു കാര്യം. എന്തെങ്കിലും ഒരു വിഷയം വരുവാണെങ്കിൽ നമ്മുടെയൊക്കെ അകത്ത് വരുന്ന ഇതിനേക്കാളും ഒക്കെ എത്രയോ വലിയ വിഷയങ്ങൾ ദൈവസഭയിൽ നടക്കുന്നു, അപ്പോൾ ഇതെങ്ങാണ് എന്തെങ്കിലും ആണോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് പലപ്പോഴും വരുന്നത്. കാര്യം ആ ദൈവസഭയുടെ മൊറാൽ നഷ്ടപ്പെട്ടു. ദൈവസഭയുടെ ആ ഒരു 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 ഡിഗ്നിറ്റി പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. പൗലോസ് പറയാണ്, ഈ പുളിമാവ് പൗലോസ് ഈ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ജഡസംഹാരത്തിന് സാത്താനെ ഏൽപ്പിക്കുവാൻ വിധിക്കണം. എൻ്റെ പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തിൽ നിങ്ങൾ ഒഫൻഡറിനെ, ഇങ്ങനെ പാപം ചെയ്യുന്നവനെ ഒന്ന് എക്സ്പോസ് ചെയ്യണം. എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ, ആ സ്പിരിച്വൽ അതിൻ്റെ കോൺസിക്വൻസസ് ഇദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിൽ മറ്റു വ്യക്തികളെല്ലാം ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിലേക്ക് ദൈവസഭ മാറുവാനായിട്ടിടയാക്കും. 2 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഇവിടെ ഇതൊരു ബാലൻസിങ് ആക്ട് ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒരു ബാലൻസ്ഡ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇവിടെ പൗലോസ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഈ വ്യക്തിയെ റീസ്റ്റോർ ചെയ്യണം. അവിടെ പൗലോസ് മറ്റൊരു ഭാഗത്ത് അങ്ങനെ ആ ഒരു വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ പൗലോസ് പറയുകയാണ്, അവനൊരു ശിക്ഷ കൊടുത്തു, അവനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്തു, അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവനൊന്ന് മനസ്സിലാക്കി കൊടുത്തു. ഇനി പറയുന്ന ഒരു കാര്യം, അവൻ അതിദുഃഖത്താൽ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? അവനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം, അവനെ റീസ്റ്റോർ ചെയ്യണം, അവനോട് ക്ഷമിക്കണം, അവനോട് പഴയതുപോലെ കാര്യങ്ങൾ അവനെ കൺസിഡർ ചെയ്യുവാനായിട്ടിടയാകണം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഡിസിപ്ലിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അവനൊരു റിയൽ ആയിട്ടൊരു റിപ്പൻറ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പൗലോസ് ഈ പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അവനൊരിക്കലും അത് മനസ്സിലാകത്തുമില്ല, ദൈവസഭയിലുള്ള മറ്റാർക്കും അത് മനസ്സിലാകത്തില്ല. അപ്പൊ ഈ ഒരു ചെയിൻ ഒന്ന് ബ്രേക്ക് ചെയ്യണം. ദിസ് ഈസ് ബ്രേക്കിംഗ് ദ ചെയിൻ. കാര്യം ഇങ്ങനെ പാപത്തിന്റെ, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ആ ഒരു ഡിസിപ്ലിനിലൂടെ ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിഷയം അങ്ങോട്ട് അങ്ങ് നിൽക്കും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരും ആ ഒരു കാര്യമാണ് ചെയ്തത്. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്ന് ഒരു കണ്ടംപററി ആപ്ലിക്കേഷനിൽ ചർച്ചസ് മസ്റ്റ് ബി ബാലൻസ്ഡ് ആൻഡ് ഫേംനെസ് വിത്ത് ദ കമ്പാഷൻ. കാര്യം ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പോകുവാനായിട്ട് ഇടയാകും. 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു മെറ്റഫർ ഇതാണ്, പുളിമാവ്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ഡിസിപ്ലിൻ ഉണ്ടായില്ലേ ഉള്ളൊരു പ്രശ്നം എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ ദൈവസഭയുടെ മുഴുവൻ ഒരു പിക്ചറെ പബ്ലിക്കിന്റെ മുമ്പിൽ നഷ്ടപ്പെടുവാനായിട്ട് ഇടയാകും. ഇവിടെ ഇൻസൈഡേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ഔട്ട്സൈഡേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻസൈഡ് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യണം. ഔട്ട്സൈഡേഴ്സിനെ ജഡ്ജ് ചെയ്യാനല്ല ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ഔട്ട്സൈഡേഴ്സിനെ നമ്മൾ ജഡ്ജ് ചെയ്യും, ഇൻസൈഡേഴ്സിനെ നമ്മൾ ജഡ്ജ് ചെയ്യത്തില്ല. എന്നാൽ ഇൻസൈഡിൽ ഈ കാര്യങ്ങൾ ജഡ്ജ് ചെയ്ത് നമ്മുടെ ഈ ലൈഫ്, അതിനകത്ത് 6-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേട്ടെ. അസാരം പുളിമാവ് 6-8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. അതിന്റെ ഡീറ്റെയിൽ ഈ പാസ് ഓവറിനെ കുറിച്ച്, അതിന്റെ ട്രഡീഷൻ എന്താണെന്നൊക്കെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും.
അപ്പം പാസ് ഓവറിന് മുമ്പിട്ട് ആ ഒരു ഭവനത്തിലെ ഗൃഹനാഥൻ ആ ഭവനം മുഴുവൻ ശുദ്ധീകരിച്ചതിന് ശേഷം തന്നെ അവിടെ ഡിക്ലെയർ ചെയ്യണം ഇതിനകത്ത് ഒരു അശുദ്ധിയില്ല എന്നുള്ള ഈ ഭവനത്തിൽ. അതിനുശേഷമാണ് പാസ് ഓവർ പെസഹ ആചരിക്കേണ്ടത്. അതുപോലെ തന്നെ പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം, ദൈവ മക്കളെക്കുറിച്ച് അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവർ ഉത്സവം ആചരിക്കുന്നവരായിരിക്കണം. ദ ബിലീവേഴ്സ് ടു സെലിബ്രേറ്റ് ദ ക്രിസ്ത്യൻ ലൈഫ്. എന്തുകൊണ്ടാണ് ഉത്സവം ആചരിക്കേണ്ടത്? ഈ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് ഉത്സവം ആചരിക്കണം. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ, ഞാൻ പാപത്തിൻ്റെ അടിമയായിരുന്നു, എന്നെ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ചെങ്ങലയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു, ഒരു യോഗ്യതയുമില്ലായിരുന്ന എനിക്ക് വിശുദ്ധൻ എന്നുള്ള സ്ഥാനം ലഭിച്ചു. ഇതിൽ വലിയ ഒരു സന്തോഷം ഇത് ലോകത്തിന് തരാൻ പറ്റത്തില്ല, ഒരു നേതാക്കന്മാർക്ക് തരാൻ പറ്റത്തില്ല, ഒരു ഫിലോസഫേഴ്സിന് തരാൻ പറ്റത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ അത് തരാനായിട്ട് കഴിയത്തുള്ളൂ. കാര്യം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ചത്. ഇപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷവും ഏറ്റവും വലിയൊരു ഉത്സവവും. ഓരോ ദിവസവും അനേക കൺസേൺസ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി മീറ്റിങ്ങിലും ചിന്തിച്ച ഒരു കാര്യം, നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വറി ചെയ്യുന്നവരാണ്. പക്ഷെ ഇങ്ങനെയുള്ള വറീസിൻ്റെ ഇടയിൽ ഒരു കാര്യം മറക്കരുത്, ദൈവം നമ്മളെ വിളിച്ചത് ഉത്സവം ആചരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോത്തിൻ്റെ ഉത്സവമാണ്? നമുക്ക് എന്നും ആചരിക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നുള്ളത്, കർത്താവ് നമ്മുടെ പാപങ്ങളെ കഴുകിയെന്നുള്ളത്, കർത്താവ് നമ്മളെ വെടിപ്പാക്കിയെന്നുള്ളത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്സവം. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഉത്സവം ആചരിക്കാൻ കഴിയും. കാര്യം പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് രക്ഷിക്കപ്പെട്ട് ഒരു വിശ്വാസിക്ക് മാത്രമാണ് ഈ ഉത്സവം ആചരിക്കാൻ കഴിയത്തുള്ളൂ. കാര്യം ഈ പുളിപ്പ് മാറ്റിയത് കർത്താവിൻ്റെ രക്തമാണ്. കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഈ വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രിവിലേജ് ആണ് നമുക്ക് എന്നും ഉത്സവം ആചരിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. 9 രമ്യ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചു. പക്ഷെ ഈ ഉത്സവം ആചരിക്കുമ്പോഴും നമ്മുടെ ദൈവസഭകളിൽ ചില പാപങ്ങൾ, ദൈവസഭയിൽ പിന്നാമ്പുറത്തൂടെ കയറുന്ന ചില പാപങ്ങൾ നമ്മുടെ ഈ സന്തോഷത്തെ നശിപ്പിച്ച് കളയുവാനായിട്ടിടയാകും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചു. വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും, ജെറമയ 9:21 ആണ്. അതെ. വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ശ്രദ്ധിക്കുക, മരണം കിളിവാതിലൂടെ കയറുന്നു. മരണം ഒരിക്കലും തുറന്ന വാതിലൂടെ അല്ല കയറുന്നത്, കിളിവാതിലൂടെ കയറുന്നു. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ലൈഫിലും ഈ തുറന്ന വാതിലൂടെ അല്ല, ദൈവസഭകളിലൊന്നും തുറന്ന വാതിലൂടെ അല്ല പിശാച് കയറുന്നത്, ഈ കിളിവാതിലൂടെയാണ്. ഇപ്പൊ ചില ചെറിയ വിഷയങ്ങൾ പോലും വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്, ഇതിനെ നീക്കി കളഞ്ഞില്ലെങ്കിൽ ഇതാ സഭയെ മുഴുവനും നശിപ്പിക്കുവാനായിട്ടിടയാകും. നിങ്ങളുടെ കിളിവാതിലുകളും സൂക്ഷിക്കുക. തുറന്ന വാതിലുകൾ മാത്രമല്ല, വലിയ വാതിലുകൾ മാത്രമല്ല, നമ്മുടെ ലൈഫിലും സഭയിലുമൊക്കെ ആ ചെറിയ കിളിവാതിലുകൾ പോലും സൂക്ഷിക്കുക. കാര്യം കിളിവാതിലൂടെയാണ് പലപ്പോഴും ശത്രു കയറുന്നത്. 9-10 വാക്യങ്ങൾ വായിക്കാം. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അങ്ങനെയുള്ളവരോട് ബാർബിക്യൂ കൂടരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ വലിയ തീക്ഷ്ണതയായിട്ട്
കൊണ്ടു കിടക്കുന്ന ഒരു കാര്യം ഈ പുറത്തുള്ള ആൾക്കാരോട് സഹകരിക്കുക എന്നുള്ളത്. നമ്മുടെ അകത്തുള്ള കുഴപ്പങ്ങളൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഒരു സഹോദരൻ ഇങ്ങനെ പറയായിരുന്നു, കഴിഞ്ഞ ഒരു കോൺഫറൻസിന് നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദേവദാസൻ ഇവിടെ വന്ന്, നമ്മുടെ അടുത്തുള്ള ഒരു പ്രൊവിൻസിൽ വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഓണത്തിന് പോകുന്നതിനെ കുറിച്ചൊക്കെ ആൾ ഭയങ്കര ഘോരമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരോടൊന്നും സഹകരിക്കരുത്, നമ്മൾ അങ്ങോട്ടൊന്നും പോകരുത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ശക്തമായിട്ട് സംസാരിച്ചു എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നത് കേട്ടു. ഞാൻ ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. എന്നാലും എൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി. പലപ്പോഴും പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, വെളിയിലുള്ളവരെ അല്ല നീ വിധിക്കേണ്ടത്. വെളിയിലുള്ളവനെ വിധിക്കാൻ ഒരുപാടുണ്ട്. അവന് കർത്താവിനെ അറിയത്തില്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല, പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അവരെ വിധിക്കാനല്ല ദൈവമക്കളെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ വിധിക്കാനാണ്, അകത്തുള്ളതിനെ വിധിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഈ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം, നമ്മൾ പലപ്പോഴും ഈ പറയുന്നതിന് വിരോധമായിട്ടായിരിക്കും ചെയ്യുന്നത്. നമുക്കുള്ള വെളിയിലുള്ളത് നമ്മുടെ മിഷനാണ്. നമ്മൾ എന്തിനെയാണ് ജഡ്ജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസൈഡിനെയാണ് നാം ജഡ്ജ് ചെയ്യേണ്ടത്. ഇൻസൈഡിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിനെ നമ്മൾ ജഡ്ജ് ചെയ്ത് അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, അങ്ങനെയുള്ളവനോട് നീ കൂട്ടുകൂടരുത്. കൂട്ടുകൂടിയാൽ എന്ത് സംഭവിക്കും? കൂട്ടുകൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ ഇതിനകത്ത് കഴിയുന്ന വ്യക്തിക്ക് ഒരു കാലത്തും മനസ്സിലാകത്തില്ല താൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. ഈ കൊരിന്ത്യ സഭയിൽ അതാ ഉണ്ടായത്. കൊരിന്ത്യ സഭയിൽ ഇത്രയും വലിയ പാപം, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ജാതികളുടെ അടുത്ത് പോലും ഇല്ല ഇത്രയും മ്ലേച്ഛത, അത് ഈ ദൈവസഭയിലുണ്ട്. എന്നിട്ട് ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഈ പുള്ളി എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പം ഇതാണ് വലിയ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ ദൈവസഭയെ ഡിസിപ്ലിൻ ചെയ്യണം. ദൈവസഭയെ ഡിസിപ്ലിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാപത്തെക്കുറിച്ചൊരു കൺസേൺ വേണം. ഈ പാപത്തിന്റെ മുമ്പിൽ വിറയ്ക്കണം. ഈ പാപത്തെക്കുറിച്ചൊരു ദുഃഖം വേണം. രണ്ടാമത്തെ ഒരു കാര്യം പൗലോസ് പറയുന്നത്, ഇതിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യണം. ജഡ്ജ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് ഇതിനകത്തൊരു ബോധ്യം വേണം, ഇതിനെ നമ്മൾ ഡീൽ ചെയ്യണം. മൂന്നാമത് പൗലോസ് പറയുന്നത്, ഇതിനെ പർജ് ചെയ്യണം, റിമൂവ് ചെയ്യണം, ദൈവസഭയിൽ നിന്ന് മാറണം. ഈ പിക്ചർ ദൈവസഭയിൽ നിന്ന് മാറണം. ഈ ഒരു റോങ് ആയിട്ടുള്ള പിക്ചറാണ് ദൈവസഭയിൽ വരച്ചിട്ടുള്ളതെങ്കിൽ അത് ദൈവസഭയായി ഒരുമിച്ച് നിന്ന് അത് മാറ്റുവാനുള്ള വലിയൊരു ബോധ്യം, വലിയൊരു ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുണ്ട്. ഇവിടെ പ്രിൻസിപ്പിൾ വളരെ ക്ലിയർ ആണ്. ഡിസിപ്ലിൻ ഗവേൺസ് ഇന്റേണൽ റിലേഷൻഷിപ്പ് while the mission drives external interactions. ലോകത്തിലുള്ളവർ അവരെന്തൊക്കെ ചെയ്യുന്നു, ഇതെന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് അതിനകത്ത് രസിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഡിസിപ്ലിൻ ഗവേൺസ് ഇന്റേണൽ റിലേഷൻഷിപ്പ്. അകത്തുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ഇവിടെ ഡിസിപ്ലിനെ കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. 11-13 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവനോടുകൂടി ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. അവിടെ വളരെ ക്ലിയർ ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പുറത്തുള്ളവനെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഇഷ്ടം പുറത്തുള്ളവനെ വിധിക്കാൻ. അതാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. അവർ നമ്മളോട് വഴക്കിന് വരത്തുമില്ല. നമുക്കിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവൻ്റെ കാര്യം നോക്കുക, അവൻ്റെ ജീവിതം നോക്കുക, അവൻ്റെ ഈ കാര്യങ്ങളൊക്കെ നോക്കി നമുക്കിങ്ങനെ നിൽക്കാം. പക്ഷേ ദൈവസഭയുടെ വലിയൊരു ഉത്തരവാദിത്വം ജഡ്ജ് ഇൻസൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സിൻ്റെ കാര്യം ദൈവത്തിൻ്റെ കയ്യിലാണ്, അത് ദൈവം നോക്കിക്കോളും. പക്ഷെ നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറേഷൻ ആയിരിക്കണം, അവൻ്റെ റിപ്പൻറ്റൻസ് ആയിരിക്കണം. ഒരാളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ ജഡ്ജ് ചെയ്യുകയും ഇവനെ മാറ്റി നിർത്തുകയും ആ ഒരു കാര്യം വ്യക്തമായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഓൾ പർപ്പസ് ഈ വ്യക്തി റിപ്പൻറ്റ് ചെയ്ത് റിസ്റ്റോർ ചെയ്യണം. ഈ വ്യക്തി തിരിച്ചു വരണം. ഒരു റിപ്പൻറ്റൻസ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇത് പുതിയ നിയമത്തിൽ മാത്രമുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ല, പഴയ നിയമത്തിലാണെങ്കിലും ഈ അശുദ്ധി പാളയത്തിൽ നിന്ന് മാറണം എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. ഡ്യൂട്രോണമി 17:7 വായിച്ചാൽ, അവനെ കൊല്ലേണ്ടതിന് ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവ്വജനത്തിന്റെയും കൈ അവന്റെ മേൽ ചെല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ദോഷം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ഇപ്പൊ ചർച്ചിന്റെ വലിയൊരു പർപ്പസ് ആണ് ദോഷം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. പഴയ നിയമത്തില് അത് അവനെ കൊന്നുകളയുക, അവനെ നീക്കിക്കളയുക എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തില് അവന്റെ അകത്തുള്ള പാപം നീക്കണം. ദൈവസഭയിൽ നിന്ന് അകൃത്യം മാറണം. ദൈവസഭയില് കള്ളന്മാരുടെ ഗുഹയായി മാറാനായിട്ട് തീരാനായിട്ട് ഇടയാകരുത്. നാം കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതുപോലെ യേശുക്രിസ്തുവും ആ കാര്യത്തിൽ വളരെ സീരിയസ് ആയിരുന്നു. ദൈവസഭ അത് വിശുദ്ധമായ ഒരു കാര്യമാണ്. അവിടെ അശുദ്ധി ഒട്ടും പാടില്ല. ഇത് ഒരു വ്യക്തിയുടെ മാത്രം കൺസേൺ ആയിരിക്കരുത്, ഓൾ ചർച്ചിന്റെ കൺസേൺ ആയിരിക്കണം. അതിന്റെ ലാസ്റ്റ് വാക്യത്തിലേക്ക് ഒന്ന് വരാം. ലാസ്റ്റ് വാക്യത്തിൽ എന്താണ് ഈ ഡിസിപ്ലിന്റെ പ്രിൻസിപ്പൽ? ലാസ്റ്റ് സ്ലൈഡിലേക്ക് വരാം. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദ പ്രിൻസിപ്പിൾ ഇൻക്ലൂഡ് ഗ്രീവിങ് സിൻ. ഈ പാപത്തെക്കുറിച്ചുള്ള ഒരു വലിയ ദുഃഖം ദൈവസഭയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം. അല്ലാതെ ഇത് എൻ്റെ കൺസേൺ അല്ല, എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ജഡ്ജിങ് അണ്ടർ ക്രിസ്ത്യൻ അതോറിറ്റി, ഇതിനെ പാപത്തെ നാം വിധിക്കണം. മൂന്നാമത്തെ കാര്യം പർജിങ് ഈവിൾ ഓർ ഗോസ്പൽ ഇൻറ്റഗ്രിറ്റി. അപ്പം ഇതിനെ പർജ് ചെയ്ത്, ഈവിളിനെ പർജ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യേണ്ടതിനെ റിമൂവ് ചെയ്ത് കളയണം. അതും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ദൈവസഭയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ, നമ്മുടെ സഭയിൽ ഈ കാര്യങ്ങൾ പാലിക്കപ്പെടണം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ദൈവസഭ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കൂത്തുകാഴ്ചയായിട്ട് മാറത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവസഭ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ദൈവത്തിന് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനിവിടെ നിർത്തുന്നു.